നമ്മുടെ മുൻപിൽ വെറും 10 മിനിറ്റ്, അടുത്തൊരു വർഷത്തിലേക്ക് കയറാൻ 10 മിനിറ്റ് ബാക്കി നിൽക്കുമ്പോൾ നമ്മൾ ആരാധനയോടെ അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നന്ദി പറയാൻ കഴിയുമോ അതുപോലെ എല്ലാം കർത്താവിന് നന്ദി പറയണം. ആമേൻ. എങ്ങനെയൊക്കെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ അതുപോലെ എല്ലാം നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. എല്ലാവരും എഴുന്നേറ്റാട്ടെ. ശാന്താലാമന ഹദരഘടക സിയാന്തര പ്രഭാന വൈശസിയാന്തര പ്രഭാനിയ ലാഠാരാമന ഹദരഘടക സിയാന്തര. എല്ലാവരും വായികളെ തുറന്ന് കർത്താവിന് നന്ദി പറയുക. കഴിഞ്ഞ ആണ്ടിന്റെ ആരംഭം മുതൽ ഈ അവസാനം വരെ നിന്നതല്ലല്ലോ ദൈവകൃപ ഞങ്ങളെ നിർത്തിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ശാന്താലാമന ഹദരഘടക സിയാന്തര പ്രഭാനിയ വൈശസിയാന്തര പ്രഭാനിയ റാഖാപാപാപാപാപാപായ ലാഠാലാമന ഹദരഘടക സിയാന്തര. എല്ലാവരും അന്യഭാഷ ലഭിച്ചവർ എല്ലാവരും ശബ്ദമുയർത്തി അന്യഭാഷയോടെ ദൈവത്തെ ആരാധിക്കട്ടെ. ഈ നിമിഷങ്ങൾ ഏറ്റവും വിലപ്പെട്ടതാണ്, ഏറ്റവും വിലപ്പെട്ടതാണ്. കഴിഞ്ഞ ആണ്ടുകളിലെ ആപത്തുകൾ, നിങ്ങൾക്ക് നേരെ പതിയിരുന്ന ആപത്തുകൾ, നിങ്ങളെ തകർക്കുമെന്ന് വെല്ലുവിളിച്ച ആപത്തുകൾ, പിശാചും മനുഷ്യനും ഒരുപോലെ നിങ്ങളെ കുറ്റപ്പെടുത്തിയ സമയങ്ങൾ, അവിടെല്ലാം താങ്ങായി ഇറങ്ങി വന്നൊരു ദൈവീക കരത്തെ ഓർത്തുകൊണ്ട് ഇന്ന് പകൽ ഇന്ന് രാത്രിയിൽ നന്ദിയുള്ള അതരങ്ങളോടെ വൈശസിയാന്തര പ്രഭാനിയ അവൻ പറയുക, കർത്താവേ, നീ എനിക്ക് കടക്കാരനായിരുന്നില്ല, നീ എനിക്ക് കടക്കാരനായിരുന്നില്ല, നീ എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല, നീ എന്നെ താങ്ങി നടത്തി, നീ എന്നെ തളരാതെ നടത്തി, എന്റെ തലമുറകളെ സൂക്ഷിച്ചു, എന്റെ കുടുംബത്തെ പരിപാലിച്ചു. അവൻ ഉള്ളം കയ്യിലെ വസ്തു പോലെ നീ സൂക്ഷിച്ചു, കണ്ണിലെ കൃഷ്ണമണി പോലെ നീ സൂക്ഷിച്ചു, നീ എന്നെ കൈവിടാതെ കൂടിയിരുന്നു. ഇന്ന് രാത്രി നിറഞ്ഞ ഹൃദയത്തോട് ചില നിമിഷങ്ങൾ പാമന അതേ അന്യ ഭാഷയിൽ ദൈവത്തോട് നന്ദി പറയുക, ദൈവത്തോട് സംസാരിക്കുക. നിങ്ങൾക്ക് എന്തെല്ലാം ഈ മിനിറ്റിൽ ദൈവത്തോട് നന്ദി പറയാൻ കഴിയുമോ അതെല്ലാം പറയുക. കഴിച്ച ആഹാരത്തിന്റെ ബലമല്ലല്ലോ, കുടിച്ച വെള്ളത്തിന്റെ ഗുണമല്ലല്ലോ, അവൻ നിന്നത് ദൈവത്തിന്റെ കൃപയാണെങ്കിൽ എങ്ങനെ ഇന്ന് രാത്രിയിൽ ആ ദൈവത്തെ സ്തുതിക്കാതിരിക്കുക, എങ്ങനെ ആ നാമത്തെ വിളിക്കാതിരിക്കുക? അവൻ ആർക്കും കടക്കാരനല്ലെന്ന്. ഞാൻ ദൈവത്തിന് വേണ്ടി ഓടിയപ്പോ, ഞാൻ ദൈവനാമത്തിന് കൊടുത്തപ്പോ, ഞാൻ ചർച്ചിനകത്ത് പായിട്ടപ്പോ, ഞാൻ കസേര ഇട്ടപ്പോ, ചെറുതിലും വലുതിലും എല്ലാം എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതം കൊണ്ട് വിളിച്ചു പറയുകയാണ്. ആയുസോടെ മണ്ണിൽ ശേഷിപ്പിച്ച ദൈവകൃപ, താളടിയായി പോകാതെ നിർത്തിയ ദൈവകൃപ, ഇന്ന് രാത്രി ദൈവം എത്ര വിശ്വസ്തൻ. കരങ്ങളെല്ലാം ഉയർത്തി ഹല്ലേലൂയാ, 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 അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ഒരാളുമേയില്ല, അവനെ പോലാരാധ്യൻ. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ഒരാളുമേയില്ല, അവനെ പോലാരാധ്യൻ. കരമുയർത്തി
ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നെ നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശു. കൂരിരുളിന്റെ താഴ്വരയിൽ, കൂരിരുൾ താഴ്വര ആദിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വര ആദിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നെ. കർത്താവേ, ഇന്ന് രാത്രി നിറഞ്ഞ ഹൃദയത്തോട് നന്ദി നന്ദി. ഓ എൻ ദൈവമേ, നന്ദി എൻ യേശു. നന്ദി 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 എൻ ദൈവമേ, നന്ദി എൻ യേശു. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. തലമുറ തലമുറയാ, തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിന്റെ സ്നേഹത്തിൻ്റെ ആഴം, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. നീ എന്നെ സ്നേഹിപ്പാ, നീ എന്നെ സ്നേഹിപ്പാ, ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാ. എൻ ഗ്രഹമെന്തു നീ എന്നെ സ്നേഹിപ്പാ, നീ എന്നെ സ്നേഹിപ്പാ, ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാ. എൻ ഗ്രഹമെൻ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ കോട്ടയായ കർത്താവേ, ഇതുവരെ ഞങ്ങളെ കൈവിടാതെ, ഇതുവരെ ഞങ്ങളെ ഉപേക്ഷിച്ച് കളയാതെ, ഒരമ്മയെ പോലെ സ്നേഹിച്ച, ഒരപ്പനെ പോലെ കരുതിയ, പിശാചിന് വിട്ടുകൊടുക്കാതെ, മനുഷ്യന് വിട്ടുകൊടുക്കാതെ, ആമേൻ, സകല ശാപത്തിന്റെ മേല്, സകല രോഗത്തിന്റെ മേല്, സകല പൈശാചിക മുഖത്തിന്റെ മേല് ജയത്തോടെ വാഴാൻ. ഓ, കരമടിച്ച് കരമടിച്ച് ഇന്ന് രാത്രി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. ആക്സിഡന്റുകളെ തകർത്ത ദൈവം, മരണത്തിന്റെ വെല്ലുവിളികളെ തകർത്ത ദൈവം, രോഗത്തിന്റെ മൂർച്ചകളെ തകർത്ത ദൈവം, ഇന്ന് രാത്രി നന്ദിയോടെ നന്ദിയോടെ, കമാൻ, നന്ദിയോടെ നന്ദിയോടെ. അവൻ ഇന്നലെ നടത്തിയവൻ ഇനിയും നടത്തും, ഇന്നലെ നിർത്തിയവൻ ഇനിയും നിർത്ത്, ഇന്നലെ നിങ്ങളെ വാഹനമേറി ഓടുമാറാക്കിയവൻ ഇനിയും നിങ്ങളെ നടത്തും. അന്യഭാഷയിൽ ഇന്ന് രാത്രി ദൈവം ചിലതിനെ തൊടുകയാണ്. ദൈവം ചിലരുടെ പുതിയ അഭിഷേകത്തെ പകരുന്നു, പുതിയ അന്യഭാഷയെ പകരുന്നു. കൃപാവരങ്ങളാൽ നിറയുക, ആത്മാവിൽ ജ്വലിക്കുക. പിശാചിനെ കാൽക്കവിട്ടിൽ ചവിട്ടി മെതിക്കാൻ അധികാരം തന്നവൻ ഇന്ന് രാത്രിയിൽ ആ നസ്രായന്റെ സാന്നിധ്യം ഇതിനകത്ത് ശക്തിയോടെ receive the power, receive the power, Holy Spirit. ഇന്ന് രാത്രിയിൽ അടുത്ത ലെവലിലേക്ക് ദൈവം ഉയർത്താൻ പോകുകയാണ്.
തലവര എന്ന് പറയുന്ന വിഷയങ്ങള് ദൈവം ഇന്ന് രാത്രി രണ്ടായി കീറുന്നു. തകർന്ന കുടുംബ ബന്ധങ്ങൾക്കകത്ത് ആത്മാവിന്റെ കാറ്റടിക്കുന്നു. തകർന്ന ഫിനാൻഷ്യൽ മണ്ഡലങ്ങൾ ഇതാ ദൈവത്താൽ തുറക്കപ്പെടുന്നു. ഭാവി മണ്ഡലങ്ങൾ ദൈവത്താൽ തുറക്കപ്പെടുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ മക്കളെ ഓർത്ത് കരയുന്നുവോ? ഈ രാത്രിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം വെട്ടിയാൽ പൊട്ടിമുളയ്ക്കും. തീയിൽ കൂടെ കടത്തിവിട്ടാൽ നീ പൊന്നുപോലെ വരും. 2026 അത് സംഭവിക്കും യേശുവിന്റെ നാമത്തിൽ. ഒരുമിച്ച് അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷയിൽ 1-2 മിനിറ്റുകൾ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി സ്വർഗം കീറിമുറിച്ച് ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം. വൈഡൽ പ്രവനഘടകസി ഓരവദരഘടക സദരവനഘടക പുരവദലഘടക ശബ്ദൽ പ്രവാനിയ വൈശസിയാന്തര പ്രവാന. ഇന്ന് രാത്രിയിൽ ദൈവിക വിടുതലുകൾ സംഭവിക്കുന്നു. ദൈവിക അഭിഷേകങ്ങൾ ചലിക്കുന്നു. നിന്നെ പുറകിലേക്ക് വലിച്ച നിന്നെ വിടുകയില്ലെന്ന് പറയുന്ന സകല അന്ധകാര മണ്ഡലങ്ങളെ ഉടച്ചുകൊണ്ട് ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം. യേശുവിന്റെ നാമത്തിൽ ആ ശക്തിയെ സ്വീകരിക്കുക. ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുന്നു. ദൈവം ചിലരെ തൊടുന്നു. ഓ നിറയുക, ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക. ദൈവ ശക്തിയെ സ്വീകരിക്കുക. ദൈവ ശക്തിയെ സ്വീകരിക്കുക. 2026 നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. 2026 നീ കാത്തിരിക്കുകയല്ല, നിനക്ക് വേണ്ടി. Wide Kamanagasi, Latalabaya, Shantalabaya, hey, Rabada, Hadara, Managadaga, Sharabaragada, Puramadara, Talabat, Purama, Tara, Sharala, Ibana, Taraye, Kaman, Talabat, Purama, Lataraba, Satare, Kamal, enne mera kiri, wara kamal, enne talaya kiri, hira kamal, enne mera kiri, wara kamal, enne talaya kiri, hira kamal, enne mera
ഹല്ലേലൂയ തുതിയുമക്കേ ഹല്ലേലൂയ തുതിയുമക്കേ ഹല്ലേലൂയ തുതിയുമക്കേ ഹല്ലേലൂയ തുതി ഹല്ലേലൂയ ഹല്ലേലൂയ തുതിയുമക്കേ ഹല്ലേലൂയ തുതിയുമക്കേ ഹല്ലേലൂയ തുതിയുമക്കേ ഹല്ലേലൂയ തുതിയുമക്കേ യേശുവിന്റെ ദൈവത്തോ വേറൊരു ദൈവമില്ല യേശുവിന്റെ ദൈവത്തോ വേറൊരു ദൈവമില്ല എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ അവനാൽ ഭാ ഒമേഗ അവനാകിൽ അന്ത്യം 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 തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ എനിക്കായി വാതിൽ തുറന്നിടുമേ അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ വൈരിയിൽ എനിക്ക് വേണ്ടി ദൈവം തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ എനിക്കായി വാതിൽ യേശുവിന്റെ നാമത്തിൽ വാതിൽ അടച്ചിടുമേ വൈരിയിൽ വാതിൽ അടച്ചിടുമേ യേശു ഒരു വാതിൽ തുറന്നാ ആർക്കും അടപ്പാനാകുമില്ല യേശു ഒരു വാതിൽ അടച്ചാ ആർക്കും തുറപ്പാനാകുമില്ല യേശു ഒരു വാതിൽ തുറന്നാ ആർക്കും അടച്ചാനാകുമില്ല യേശു ഒരു വാതിൽ അടച്ചാ ആർക്കും തുറപ്പാനാകുമില്ല തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ എനിക്കാ യേശുവിന്റെ നാമത്തിൽ സകല വാതിലുകളും തുറന്നു വരിക തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ എനിക്കാ തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ വരിക്കാൻ വാതിൽ തുറന്നിടുമേ അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ വൈരിയിൽ വാതിൽ അടച്ചിടുമേ ആരിലും ആരാധ്യൻ നീ രാജാവി രാജാവ് നീ ഓ ആരിലും ആരാധ്യൻ നീ രാജാവി രാജാവ് നീ എല്ലാ നാളും നിൻ സ്തുതികൾ പാടി പുകഴ്ത്തിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ ഹല്ലേലൂയ 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 ആരാധന സ്തുതി രാജാവിനെ ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന സ്തുതി രാജാവിനെ ഓ ജീവിതം എല്ലാ കണ്ണുകളും അടച്ച് നന്ദിയുള്ള യാതനങ്ങളോടെ കർത്താവിനോട് പറയ കർത്താവേ ഇനി ഉള്ള ആണ്ടുകളിലും ഇനി മുൻപിലേക്കുള്ള എൻ്റെ ഓരോ ചുവടുകളും ഞാൻ ജീവനിൽ നടക്കും ഞാൻ ക്രിസ്തുവിൽ നടക്കും കഴിഞ്ഞ വർഷങ്ങളിൽ ഇതിനകത്ത് ആക്സിഡന്റ് കണ്ടവരുണ്ട് കഴിഞ്ഞ വർഷം അതേ ജീവിതത്തിന്റെ മുൻപിൽ മരണം വെളിപ്പെട്ടത് കണ്ടവരുണ്ട് ജീവിതത്തിന്റെ മുൻപിൽ തകർച്ച കണ്ടവരുണ്ട് എന്നാൽ ഇന്ന് രാത്രിയിൽ അഭിഷേകത്തോടെ അധികാരത്തോടെ ഞാൻ ദൈവത്തിന്റെ പ്രവാചകനായതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ ശബ്ദമായതുകൊണ്ട് എൻ്റെ മേൽ പകർന്ന അധികാരത്തെ ഇന്ന് രാത്രിയിൽ അവൻ സകല തകർച്ചകളെയും സകല മരണത്തിന്റെ സ്പിരിറ്റുകളെയും നാസയായ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ തകരട്ടെ ലാറ്റലബായ ശാന്തലപ്രഭാനിയ വൈശസിയാന്തരപ്രഭാ റിക്കിബിയ ധാരബബബബബബ ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ ചെറുതിലും വലുതിലും
വിശ്വസ്തനായി. എത്ര പേരത് പറയും? എത്ര പേരത് പറയും? ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ അവൻ എനിക്ക് വിശ്വസ്തനായിരുന്നു. അവൻ എനിക്ക് കടക്കാരനല്ലായിരുന്നു. അവൻ എനിക്ക് ഏറ്റവും നല്ല സഖിയായിരുന്നു. ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ ചെറുതിലും വലുതിലും വിശ്വസ്തനായി. ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ ചെറുതിലും വലുതിലും വിശ്വസ്തനായി. അളവിലും കുറയ്ക്കാതെ അതിരുകൾ വയ്ക്കാതെ, അളവിലും കുറയ്ക്കാതെ അതിരുകൾ വയ്ക്കാതെ മഹത്വത്തിനായി നിക്ഷേപമേകി. ഓ മഹത്വത്തിനായി നിക്ഷേപമേകി. മഹത്വമേ 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 മരണത്തെ ജയിച്ച മഹത്വമേ 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 പിൻപടയായി വരുന്ന മഹത്വമേ മഹത്വമേ ഓ മഹത്വമേ മഹത്വമേ മരണത്തെ ജയിച്ച മഹത്വമേ 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 പിൻപടയായി വരുന്ന മഹത്വമേ. എല്ലാവരും എന്നെ നോക്കിക്കേ. ഞാൻ ഒന്ന് രണ്ട് അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങൾ ഞാൻ വായിക്കും. നിങ്ങളെല്ലാവരും ഓരോ വാക്യം വായിക്കുമ്പോഴും കരമുയർത്തി ആമേൻ പറയണം. ആമേൻ ആമേൻ. വേദപുസ്തകത്തിൻ്റെ അകത്ത് അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങൾ. ആമേൻ. വേദപുസ്തകം പറയുന്നു ദൈവം നമ്മളെ വിളിച്ചത് ആമേൻ അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്നു. നമ്മൾ രാജ്യങ്ങൾക്ക് അനുഗ്രഹമാകാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. നമ്മുടെ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. നമ്മുടെ വീട്ടിനകത്ത് അനുഗ്രഹിക്കപ്പെടാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. നീ അകത്ത് വരുമ്പോഴും നീ പുറത്തു പോകുമ്പോഴും നിങ്ങളുടെ തലമുറകളും നിങ്ങളുടെ ഭർത്താവും ഭാര്യയും എല്ലാം മേഖലയും നിങ്ങളുടെ ശുശ്രൂഷയും നിങ്ങളുടെ കൃപാവരങ്ങൾ എല്ലാം അനുഗ്രഹിക്കപ്പെടാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുക. നിങ്ങളെല്ലാവരും ഈ വാക്യം വായിച്ചു കഴിയുമ്പോൾ കരമുയർത്തി ആമേൻ കർത്താവിനെ ആമേൻ പറയണം. ആമേൻ എന്ന പദത്തിൻ്റെ അർത്ഥം അങ്ങനെ തന്നെ എന്നാണ്. അങ്ങനെ തന്നെ. ഞാൻ വായിക്കുന്നു ആവർത്തന പുസ്തകം 1-ാം അധ്യായം ആമേൻ 11-ാമത്തെ വാക്യം. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങളെ ഇപ്പോഴുള്ളതിനേക്കാൾ ഇനിയും 1000 ഇരട്ടിയായി താൻ നിങ്ങളോട് അരുളി ചെയ്തതുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ഇപ്പോഴുള്ളതിനേക്കാൾ 1000 ഇരട്ടിയാക്കി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കരമുയർത്തി പറയുക ആമേൻ. ഹല്ലേലൂയ. ഈ ഇരട്ടി അനുഗ്രഹം നിങ്ങളുടെ സാമ്പത്തികത്തിൽ സംഭവിക്കുക, നിങ്ങളുടെ ശുശ്രൂഷയിൽ സംഭവിക്കുക, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ സംഭവിക്കുക. സമസ്ത മേഖലയ്ക്കകത്ത് ഇരട്ടിയായ ബ്ലെസ്സിങ്, ഡബിൾ പോർഷൻ ബ്ലെസ്സിങ്സ്, അതെ ഞാൻ പറയുന്നു, ദൈവം അത് ചെയ്തിരിക്കും. ആമേൻ. യെശയ്യാവിന്റെ പുസ്തകം 45-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാദികളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. യെശയ്യാവിന്റെ പുസ്തകം പറയുന്നു, ദൈവ പൈതലേ, ഞാൻ നിനക്ക് മുൻപായി ചെല്ലും. നിനക്ക് മുൻപായി ചെന്നിട്ട് നിന്റെ മുൻപിൽ നിൽക്കുന്ന വലിയ മതിലിനെ ഞാൻ ഇടിച്ച് നിരപ്പാക്ക്. താമ്രവാതിലുകളെ ഞാൻ തകർക്ക്. ഇരുമ്പോടാമ്പലുകൾ കൊണ്ട് എത്ര ഭൂതങ്ങൾ കെട്ടാൻ നോക്കിയാലും അതിനെ ഖണ്ഡിക്കുന്ന ഒരു ദൈവശക്തി നമ്മളുടെ മേലുണ്ട്. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രഖ്യാപിക്കുകയാണ്, സഭയെ ചെവി തുറന്ന് കേൾക്ക്. നമുക്ക് മുൻപായി ദൈവ സാന്നിധ്യം 2026 സഞ്ചരിക്കാൻ പോകുന്നു. കരമുയർത്തി ആമേൻ പറയുക. ആമേൻ. യേശുവിന്റെ നാമത്തിൽ. യോശുവയുടെ പുസ്തകം അതെ 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. നിന്റെ ജീവകാലത്ത് ഒരിക്കല് ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല.
മോശയുടെ കാലശേഷം യോശുവയോട് ദൈവം പറഞ്ഞു ഉറപ്പിക്കുകയാണ്, നിന്റെ മുൻപിൽ ഒരുത്തനും നിൽക്കത്തില്ല. 2026 ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, നിങ്ങളുടെ നേരെ നിൽക്കാൻ തൻ്റെ ഇടമുള്ള ഒരു ഭൂതങ്ങളുമില്ല, ഒരു മനുഷ്യനുമില്ല. കാര്യം നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ. ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വസിക്കുന്നു. ദൈവം നമ്മോട് കൂടെയുണ്ട്. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വീണ്ടും പ്രഖ്യാപിക്കുന്നു, ഒരുത്തനും ദൈവ പൈതലെ നിന്റെ നേരെ നിൽക്കത്തില്ല. കരമുയർത്തി ആമേൻ പറയുക. ആമേൻ. ആവർത്തന പുസ്തകം 28 അധ്യായം 12 വാക്യം. തക്ക സമയത്ത് നിന്റെ ദേശത്ത് മഴ തരുവാന്, നിന്റെ വേല ഒക്കെയും അനുഗ്രഹിപ്പാന് യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്ക്. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങത്തില്ല. ഇന്ന് രാത്രിയിൽ ഈ സഭയിലുള്ള ഓരോരുത്തരെ നോക്കി ഞാൻ പറയുകയാണ്, നിങ്ങൾ അവൻ വയലിലേക്ക് അവൻ അലസ്യമായി മാറി എറിഞ്ഞ ഒരു പിടി അരി പോലെ പല ചാക്കായി കൊയ്യുന്ന അളവിൽ നിങ്ങളുടെ കൈയുടെ അധ്വാന ബലത്തെ ദൈവം അനുഗ്രഹിപ്പാൻ പോകുകയാണ്. എത്ര പേർ ആമേൻ പറയും യേശുവിന്റെ നാമത്തിൽ? 2025 ആരുടെയെങ്കിലും നേരെ നിങ്ങൾ കൈ നീട്ടേണ്ട ഗതികേടി വന്നോ? വേദപുസ്തകം പറയുന്നു, നീതിമാന്റെ സന്തതി അപ്പത്തിനായി ഇരക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നലഞ്ഞാലും യഹോവയെ അന്വേഷിക്കുന്ന ഭക്തന് ഒരു നന്മയ്ക്കും മുടക്കം വരാൻ ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെങ്കിൽ 2026 നോക്കി ഈ സഭയോട് ഞാൻ കൈമാറുന്നു. 2026 നിങ്ങൾ വായ്പ വാങ്ങാൻ പോകുന്നില്ല, നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ പോകുന്നു. തകർന്നവനെ സഹായിപ്പാ, ദൈവരാജ്യത്തിന് കൊടുക്കാം, രാജ്യങ്ങൾക്ക് കൊടുക്കാം. ഇന്ന് രാത്രി ഭണ്ഡാരശാലയെ നിറയ്ക്കുന്നൊരു അഭിഷേകം. വിശ്വസിക്കുന്നവർ വാഗോണ്ട് വിളിച്ചു പറ, ഞാൻ 2026 ഇങ്ങോട്ട് വാങ്ങാനല്ല, ഞാൻ അങ്ങോട്ട് ദൈവരാജ്യത്തിന് കൊടുക്കുക, അങ്ങോട്ട് തകർന്നവന് കൊടുക്കാൻ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നമ്മൾ വായ്പ വാങ്ങത്തില്ല, നമ്മൾ വായ്പ കൊടുക്കാൻ പോകുകയാണ്. 2025 ഇങ്ങോട്ട് വാങ്ങേണ്ട ഗതികേട് വന്ന ആരും ഇതിനകത്തുണ്ടോ? ഞാൻ പറയുന്നു 2026 അങ്ങോട്ട് കൊടുക്കാൻ നിങ്ങളെ കരത്തെ ദൈവം അനുഗ്രഹിക്കുക, നിങ്ങളുടെ കൈയുടെ അധ്വാന ഫലത്തെ ദൈവം അനുഗ്രഹിക്കുക. നീ ഭാഗ്യവാൻ, നിനക്ക് തന്മവര്. കരമുയർത്തി ആമേൻ പറയുക. ആമേൻ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 91, ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ അവനെ കാണിച്ചു കൊടുക്കുക. അവൻ ഇന്ന് പല പ്രായത്തിലുള്ളവർ ഇതിനകത്തുണ്ട്. അവൻ നേരത്തെ സാക്ഷ്യം പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു, മരണത്തിൻ്റെ മുൻപിൽ നിന്ന് അവൻ ദൈവം രക്ഷിച്ചു. അങ്ങനെങ്കിൽ ഞാൻ പറയാം, ദൈവം അനുവദിച്ച ആയുസ് നമ്മൾ ഈ ഭൂമിയിൽ രാജാക്കന്മാരെ പോലെ വാഴ്. ഇവിടെ പിശാചിനെ തട്ടിക്കളിക്കാൻ, അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് കീറാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്ക്, ദീർഘായുസ് കൊണ്ട് ദൈവം തൃപ്തി വരുത്ത്. നമ്മൾ കേട്ട ഓരോ വാഗ്ദത്തങ്ങള്, നമ്മളോട് ദൈവം പറഞ്ഞ ഓരോ ദൈവശബ്ദവും നമ്മളത് പ്രാപിച്ച് അനുഭവിച്ചിട്ടല്ലാതെ ഈ മണ്ണ് വിട്ട് മാറുകയില്ല. കരമുയർത്തിയാവേ. ലൂക്കോസിന്റെ സുവിശേഷം 10 അധ്യായം 19 വാക്യം. പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിനക്ക് വരുത്തത്തില്ല. ദൈവ പൈതലേ, ഇന്ന് രാത്രി ചെവി തുറന്ന് കേക്ക്. പിശാചിനെ ദൈവം നമ്മുടെ കാഴ്ചവട്ടിൽ ഇട്ടിരിക്കുന്നു. അവൻ ആരെങ്കിലും ഭൂതങ്ങളെ ഭയന്നോ? ആരെങ്കിലും പിശാചിനെ ഭയന്നോ? ആരെങ്കിലും പിശാചിന്റെ തന്ത്രങ്ങളെ ഭയന്നോ? ഇന്ന് രാത്രി ഞാൻ കൈമാറുകയാണ്. പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ ശകലമല്ല സകല ബലത്തെയും ചവിട്ടുവാൻ ദൈവപൈതലേ, നിന്റെ അകത്ത് ദൈവം അധികാരം തന്നിരിക്കുന്നു. അടുത്തെഴുതി വെക്കുന്നു, അവയ്ക്ക് ഒന്നിന് നിന്നെ ഒരു ദോഷവും ചെയ്യാൻ കഴിയത്തില്ല. ഒരു മന്ത്രവാദത്തിന്, ഒരു ഭൂതങ്ങൾക്ക്, ഒരു ആഭിചാരങ്ങൾക്ക്, ഒരു നേർച്ച കാഴ്ചകൾക്ക് നിന്നെയോ നിന്റെ കുടുംബത്തെയോ ഒരു വിരൽ കൊണ്ടുപോലും തൊടാ, നിന്റെ ഒരു മുടിയാ പോലും തൊടാ ഒരു ഭൂതങ്ങൾക്കും കഴിയത്തില്ല. കരമുയർത്തി പറ. ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഓർമ്മിപ്പിച്ച 1-2 കാര്യങ്ങൾ അത് പറഞ്ഞ്
നമ്മൾ പ്രാർത്ഥിപ്പാൻ പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ എന്തോ ഈ അടുത്ത വർഷത്തിന് വേണ്ടി എന്തോ വാഗ്ദത്തമാ ഞാൻ ഈ സഭയോട് പറയണ്ടേ? എന്താ ഞാൻ അവരോട് പറയണ്ടേ? ഒത്തിരി വാഗ്ദത്തങ്ങൾ ഇവർ കേട്ടതാണ്, ഒത്തിരി വാഗ്ദത്തങ്ങൾ ഇന്നലെയും കേട്ടതാണ്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, 2026 ഞാൻ സഭയോട് എന്ത് പറയണം? എൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് പരിശുദ്ധ ആത്മാവ് എന്നെ ഉണർത്തിച്ചൊരു കാര്യം ഞാൻ പറയാം. ദൈവം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ സഭയിൽ നിന്ന് ഇവിടെ ആരാധിക്കുന്ന സകല കുടുംബങ്ങളിൽ നിന്ന്, ഈ സഭയുമായി ബന്ധപ്പെട്ട് സകല കുടുംബങ്ങളിലൊക്കകത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞൊരു ദൂത് ഞാൻ പറയാം. ഞാൻ അവരെ സെൻഡ് ചെയ്യാൻ പോവുകയാണ്, ഞാൻ അവരെ അയക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തലമുറകളെ ദൈവം അതെ രാജ്യങ്ങളിലേക്ക് അയക്കും. നിങ്ങളുടെ പട്ടണങ്ങളെ പിടിക്കുക, അത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയക്കുക. ദൈവം നിങ്ങളെ സെൻഡ് ചെയ്യാൻ പോകുന്നു ഭൂതങ്ങളുടെ മടയിലേക്ക്, ചില ഗോലിയാത്തിനെ വെട്ടിവീഴ്ത്താൻ, ചില കാടുകളിലേക്ക് ആരും ചെല്ലാത്ത ഇടങ്ങളിൽ ദൈവം നിങ്ങളെ അയക്കാൻ പോകുന്നു. ചില ഗോലിയാത്തിനെ തകർക്കാം, അന്ധകാര മണ്ഡലങ്ങളെ ഉടയ്ക്കാം, ഈസബേലിന്റെ കച്ചവടം പൂട്ടാൻ, ഇസബേലിന്റെ അടിത്തറ ഇളക്കാൻ അഭിഷേകം ചുമന്നൊരു തലമുറ ഇതിനകത്ത് ദൈവം അയക്കും. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ രാജ്യത്തിന്റെ വാതിലുകൾ ദൈവം തുറന്നു തരും. ആമേൻ. അസാധ്യമെന്ന് പറഞ്ഞ മേഖലക്കകത്ത് ദൈവം നിങ്ങളെ അയക്കാൻ പോകുകയാണ്. God is going to send you. ദൈവം നിങ്ങളെ അയക്കാൻ പോകുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നു? ദൈവം നമ്മളെ അയക്കാൻ പോകുന്നു. ഈ ചർച്ച ഇവിടെ ഒതുങ്ങാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. നമ്മൾ ഇത്രയും പേര് കൂടി പ്രാർത്ഥിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ദൈവം നമ്മളെ അയക്കാൻ പോകുന്നു. 2026 ദൈവ പദ്ധതിയിലേക്ക് നമ്മൾ കയറാൻ പോകുന്നു. ദൈവം എവിടേക്ക് നമ്മളെ സെൻഡ് ചെയ്യാൻ പോകുന്നു? അവൻ അന്ധകാര മണ്ഡലങ്ങള് വേരോടെ പിഴുതെറിയാൻ, കുടുംബങ്ങളെ തകർത്ത് തളർത്തി കളയുന്ന സകല പൈശാചിക ഭൂതങ്ങളെ അവന്റെ അടിയറവ് വെപ്പിക്കുക. സഭയെ കേൾക്ക, ദൈവം നിന്നെ അയക്കാൻ പോകുന്നു. God is going to send you. God is going to send you. സുവിശേഷത്തിന് വേണ്ടി മാത്രമല്ല, ഈ ദൂത് സുവിശേഷത്തിന് വേണ്ടി മാത്രമല്ല. ഞാൻ പറയുന്നു, നിങ്ങളുടെ തലമുറകളെ ദൈവം രാജ്യങ്ങളിലേക്ക് എറിയും. വാതിലുകളെ ദൈവം തുറക്കുക. ആരാ പറഞ്ഞ പൈസയ്ക്ക് ചെയ്യാൻ കഴിയാത്തത് ദൈവത്തിന് ചെയ്യാൻ കഴിയുക? ഇവിടത്തെ ഒരു ഭൂതങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ നന്മയെ തടയാൻ പറ്റത്തില്ല. കാര്യം അവൻ അയക്കുന്നവൻ മനുഷ്യനല്ല, അയക്കുന്നവൻ അധികാരമുള്ളവൻ, നിന്റെ മേൽ അഭിഷേകം പകർന്നവൻ. നിന്നെ അയച്ചാൽ തടുക്കാൻ കഴിയുന്ന ഒരു ഭൂതവ് ഈ മണ്ണിലില്ല. അർത്ഥം ദൈവം അയക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ അങ്ങനെങ്കിൽ ഈ വർഷത്തെ വാഗ്ദത്തം ഞാൻ പറയുന്നു, God is going to send you. ദൈവം നിങ്ങളെ അയക്കാൻ പോകുന്നു. ദൈവം നിങ്ങളെ അയക്കാൻ പോകുന്നു. നിങ്ങളുടെ തലമുറകളെ അയക്കാൻ പോകുന്നു. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ദൈവം അയക്കും. ആമേൻ. യേശുവിൻ്റെ സുവിശേഷവുമായി ബന്ധപ്പെട്ട് ദൈവം നിങ്ങളെ അയക്കുക. അഭിഷേകം ചെയ്ത് പട്ടണങ്ങളിലേക്ക് അയക്കുക. എന്തിനേറെ പറയാം, രാജ്യങ്ങളിലേക്ക് ദൈവം അയക്കുക. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നൊരു കാര്യം പറയാം. കഴിഞ്ഞൊരു വർഷം ഞാനൊരു ചർച്ചിൽ പ്രസംഗിക്കപ്പെടുമ്പോൾ അവിടുത്തെ ഒരു ചെറുപ്പക്കാരിയെ നോക്കി ഞാൻ പറഞ്ഞു, അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ ഈ 2025 നീ ദൈവരാജ്യത്തിന് വേണ്ടി പ്രസംഗിക്കുന്നവളായി മാറ്, നീ ദൈവത്തിൻ്റെ ദൂത് പറയുന്നവളായി മാറ്, ദൈവം നിന്നെ അയക്കുമെന്ന് പറഞ്ഞു. അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാ. ബൈബിളിനെ കുറിച്ച് വലുതായി ഒന്നും അറിയില്ല. അവർ ഒരു 4 പേരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള തൻ്റെ ഇടം അവൾക്കില്ല. പക്ഷേ ഈ വർഷം ചില കഴിഞ്ഞ ആഴ്ചയിൽ അതേ ചർച്ചിൽ ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി പ്രസംഗിക്കാൻ തുടങ്ങി പാസ്റ്റർ. ഈ അവസാന ഡിസംബർ മാസത്തിൽ എന്നെ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കപ്പെടുത്താൻ തുടങ്ങി. എന്നിട്ട് അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, കുവൈറ്റിൽ നിന്ന് ഒരു ക്ഷണം എനിക്ക് വന്നിരിക്കുന്നു. എന്തിനെന്നറിയാമോ? അവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കണം. ദൈവ പൈതലെ കഴിവല്ല ഉയർത്തുന്നത്, അവൻ സാമ്പത്തികമല്ല ഉയർത്തുന്നത് ദൈവമാകയാ. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ദൈവം സെൻഡ് ചെയ്യുന്നു. ദൈവം നിന്നെ അയക്കും. God is going to send you. Rabala hatala hadala managadaga shandal kamanagadaga siandara prabaniya. ആമേൻ. ഒരൊറ്റ കാര്യം പറഞ്ഞ് നമ്മൾ ആശീർവാദം പറയാൻ പോവുകയാണ്. ആമേൻ. നിങ്ങളെല്ലാവരും ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. വിശ്വാസത്തിനൊരു പ്രവൃത്തിയുണ്ട്. ആമേ.
നമ്മൾ ഒരു സ്റ്റെപ്പ് ഞാൻ പറയുമ്പോൾ നിങ്ങളെല്ലാവരും ഒരു സ്റ്റെപ്പ് മുൻപിലേക്ക് കാല് ചുവട് വെച്ച് ഉറപ്പിച്ച് അവൻ 3 ഹല്ലേലൂയ ഉച്ചത്തിൽ പറയണം. ഇന്ന് അവൻ ഞാൻ വീണ്ടും പറയുന്നു, അതെ, നമ്മൾ ഒരുമിച്ച് ഒരു കാൽ ചുവട് മുൻപിലേക്ക് വെച്ചിട്ട് 3 ഹല്ലേലൂയ ഉച്ചത്തിൽ പറയണം. ഞാൻ പറയുന്നു, സ്തുതിയുടെ മുൻപിൽ എരിഹോം വീണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ പറയുന്നു, നമ്മുടെ സ്തുതിയുടെ മധ്യത്തിൽ വീഴാത്ത ഒരു മതിലും ഇവിടെ ഉണ്ടായിരിക്കത്തില്ല. അവൻ നിങ്ങളുടെ മുൻപിൽ കെട്ടി ഉയർത്താൻ ഒരു പിശാചിനും കഴിയാത്തതുപോലെ ഭൂമി പിളർന്ന് ചിലതിനെ ദൈവം വിഴുങ്ങിക്കളയുക. ഇന്ന് രാത്രി അവൻ ചേർന്ന് ഒരു സ്റ്റെപ്പ് എല്ലാവരും മുമ്പിലേക്ക് വെച്ച്, ഒരു സ്റ്റെപ്പ് എല്ലാവരും മുമ്പിൽ വെച്ച് കരമുയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ